ഹായ്, സിനിഫൈൽ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കപ്പം ഇന്നത്തെ കണ്ടന്റായിട്ട് നേരെ പോകാം. കൂലി. ഞാൻ കൂലി സിനിമ കണ്ടു. രജനീകാന്ത് നായകനായി ലോകേഷ് കനകരാജ് എഴുതി ഡയറക്റ്റ് ചെയ്ത സിനിമയാണ് കൂലി. സൺ പിക്ചേഴ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഞാൻ സെക്കൻഡ് ഡേ ആണ് പടം കണ്ടത്. ഇന്നലെ പോയാണ് പടം കണ്ടത്. അതായത് കോട്ടയത്തെ അനുപമ തിയേറ്ററിലാണ് ഞാൻ പോയി സിനിമ കണ്ടത്. നമുക്ക് സിനിമയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഫസ്റ്റ് ഓരോ ക്യാരക്ടേഴ്സിൽ നിന്ന് നിൽക്കും. അതിനു മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ സിനിമയ്ക്ക് ഇത്രയ്ക്കും മിക്സ് റെസ്പോൺസ് കിട്ടാനുള്ള മെയിൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓവർ ഹൈപ്പ് തന്നെയാണ്. ഈ സിനിമയ്ക്ക് ഹൈപ്പ് കിട്ടാനുള്ള എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളൊരു 4 കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. 1, എ സർട്ടിഫിക്കേഷൻ കിട്ടിയത്. 2, LC ആണെന്നുള്ള ഹൈപ്പ്. 3, ട്രെയിൻ ട്രാവൽ മൂവിയാണെന്നുള്ള ഹൈപ്പ്. 4, ലോകേഷിൻ്റെ പടമാണെന്നുള്ള ഹൈപ്പ്. ഈ 4 ഹൈപ്പും എനിക്കില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ സിനിമ ശരിക്കും വർക്കാവുകയും ചെയ്തു. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏതൊക്കെ ഡയറക്ടർ വന്നാലും വിജയുടെ കാര്യത്തിലാണെങ്കിലും രജനീകാന്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഏതൊക്കെ ഡയറക്ടർ വന്ന് എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും അവരുടെ കുറച്ച് സംഭവങ്ങൾ അതിൽ അവരെ പ്രസൻറ്റ് ചെയ്ത രീതിയിലാണ് സിനിമയിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. കാരണം അവരുടെ ഫാൻസുകാർ അങ്ങനെയാണ്. നമ്മുടെ കയ്യിൽ കമൽഹാസനെയോ സൂര്യനെയോ കിട്ടുന്നത് പോലെയല്ല വിജയനെയോ രജനീകാന്തിനെയോ കിട്ടുമ്പോൾ നമ്മൾ ചെയ്യുന്നത്. അത് എത്ര വലിയ ഡയറക്ടേഴ്സ് വന്നാലും കുറച്ച് അവരുടെ സ്ക്രിപ്റ്റിൽ അല്ലെങ്കിൽ അവരുടെ രീതിയിലല്ലാതെ മറ്റേ നായകന് വേണ്ടി ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ അവർ ആഡ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഞാൻ ലോകേഷ് സിനിമയായിട്ട് എനിക്ക് ഒട്ടും ഫീൽ ചെയ്തില്ല. ഒരു ജയിലർ ലെവല് സിനിമ കാണുന്ന ജയിലറാണ്. പലയിടത്തും ജയിലറിൻ്റെ ഒരു സംഭവം എനിക്ക് തോന്നി. ജയിലറിനേക്കാളും ബെറ്റർ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജയിലറിൻ്റെ ആ ഒരു ലെവലുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ബട്ട് നമ്മൾക്ക് ആ ഒരു ചില BGMs ഒന്നും എനിക്ക് അങ്ങോട്ട് വർക്കായില്ല. പിന്നെ പക്ഷേ അതുകൊണ്ട് തന്നെ ലോകേഷിൻ്റെ പടത്തിലുപരി രജനീകാന്തിൻ്റെ സിനിമ കാണാൻ പോകുക എന്നുള്ളൊരു മൈൻഡായിരുന്നു എനിക്ക്. പിന്നെ LCUവിൻ്റെ കാര്യം. LCU അല്ലെന്ന് ലോകേഷ് പറയുന്നതിന് മുമ്പേ എനിക്ക് മനസ്സിലായതാണ്. കാരണം ഞാനൊരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു, സൗബിൻ്റെ ക്യാരക്ടർ ആദ്യം കാസ്റ്റ് ചെയ്ത ഫഹദ് ഫാസിലിനെയാണ് ആദ്യം സൗബിൻ്റെ ക്യാരക്ടറിന് വേണ്ടി കാസ്റ്റ് ചെയ്തത് എന്നാണ് പറഞ്ഞത്. പിന്നീട് ഫഹദിൻ്റെ ഡേറ്റ് ഇഷ്യൂ കാരണം മാറിപ്പോയിരുന്നു. അത് രജനീകാന്ത് ഓഡിയോ ലോഞ്ചിലും പറഞ്ഞു. ലോകേഷ് കനകരാജ് അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂവിൽ അത് പറഞ്ഞായിരുന്നു. അപ്പം തന്നെ ഞാൻ ഉറപ്പിച്ചു ഇത് LC അല്ല. കാരണം അത് ഇപ്പം ഫഹദ് ഫാസിൽ അമർ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഓൾറെഡി ചെയ്തിട്ടുണ്ട് മറ്റേ വിക്രത്തിനകത്ത്. അപ്പോൾ എങ്ങനെ സൗബിന് പകരം ഫഹദിനെ കാസ്റ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഫഹദിൻ്റെ ക്യാരക്ടറിന് പകരം സൗബിനെ കാസ്റ്റ് ചെയ്യാൻ പറ്റും? അപ്പോൾ തന്നെ ഞാൻ ഉറപ്പിച്ചു ഇത് LC പടം അല്ല. അപ്പോൾ ആ ഹൈപ്പൊക്കെ വെച്ച് പോയവരോട് എനിക്ക് ഒന്നും പറയാനില്ല. പിന്നെ ട്രെയിൻ ട്രാവൽ മൂവി, അത് നമ്മുടെ കോമൺ സെൻസ് കൊണ്ട് ചിന്തിച്ചാൽ കിട്ടാനുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇതൊരു ട്രെയിൻ ട്രാവൽ മൂവി അല്ല എന്ന്. എന്തിനാ ഇപ്പം ആ സിനിമ ട്രെയിലർ കണ്ടാൽ അറിയാം. അത് ആവശ്യമില്ലാതെ ട്രെയിൻ ട്രാവലൊക്കെ എന്ത് പൊട്ടത്തരമാണെന്ന് അറിയാം അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്. പിന്നെ ഉള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സിനിമയിൽ വേറൊരു ഹൈപ്പ് വന്നത് എ സർട്ടിഫിക്കേഷൻ. അതായത് വയലൻസ് ഭയങ്കരമുള്ള സിനിമ ആയിരിക്കും. അത് ഞാൻ സൺ പിക്ചേഴ്സിനെ പറയത്തുള്ളൂ. അത് ചിലപ്പോൾ അവരുടെ മാർക്കറ്റിംഗ് തന്ത്രമായിരിക്കാം. കാരണം ഇപ്പോൾ വയലൻസ് സിനിമകൾക്ക് ഭയങ്കര ഡിമാൻഡാണെന്നറിയാം. സിനിമയിൽ ഒറ്റ സീനിൽ പോലും ഒന്നുമില്ല, ഒരു വയലൻസ് എന്ന് പറയുന്നത്. അതായത് എന്തിനാണ് ഈ സർട്ടിഫിക്കറ്റ് കൊടുത്തതെന്ന് നമുക്ക് തോന്നിപ്പോൾ. സർട്ടിഫിക്കറ്റ് കൊടുക്കാനുള്ള ഫൈറ്റൊക്കെ ഉള്ളൂ അതിനകത്ത്. മേബി കൂടിപ്പോയാൽ അല്ലാതെ ഒന്നും ഒരിക്കലും കൊടുക്കരുത്. ഈ പടത്തിന് എന്തിനാണ് കൊടുത്തതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ചിലപ്പോൾ മോണിക്കുള്ളതായിരിക്കും. പിന്നെ ഈ സിനിമയിലോട്ട് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ഇപ്പോൾ ഈ ബ്രെയിൻലെസ് ആയിട്ടുള്ള ഹൈപ്പൊക്കെ, ഇത്രയും ബ്രെയിൻലെസ് ആയിട്ടുള്ള ഓവർ ഹൈപ്പൊക്കെ ഞാൻ മൈൻഡിൽ വെച്ചിട്ടേ ഇല്ല. ഈ സിനിമയുടെ ട്രെയിലർ വന്നത്, ഈ സിനിമയുടെ ഒരു ഓൾമോസ്റ്റ് കൂലി പവർ ഹൗസ് എന്ന് പറഞ്ഞൊരു
1 മിനിറ്റ് വീഡിയോ ഇറക്കിയപ്പോഴേ ഉറപ്പിച്ചു. ഇത്ര ഹൈപ്പുകളൊക്കെ എൻ്റെ മൈൻഡിൽ നിന്ന് പോയി. സർട്ടിഫിക്കേഷനാന്ന് പറഞ്ഞപ്പോൾ കുറച്ച് ഹൈപ്പ് ഉണ്ടായിരുന്നു. പക്ഷെ അതും വെറുതെ ട്രെയിലർ കണ്ടപ്പോൾ ഒന്നും ഇല്ല. പിന്നെ നമ്മളെന്തിനാണ് വെറുതെ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ അറ്റ്ലീസ്റ്റ് സലാറിൻ്റെ റിലീസ് ട്രെയിലറിൽ അവർ കുറച്ച് വയലൻസ് ഒക്കെ കാണിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് അത്യാവശ്യം വയലൻസ് ഉള്ള സിനിമയാണെന്ന് എനിക്ക് മനസ്സിലായത്. പിന്നെ മാർവൽ ടീച്ചർ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അത്തരം സംഭവങ്ങളൊന്നും നമ്മൾ കൂലിയുടെ ട്രെയിലർ കാണുന്നില്ല. അപ്പോൾ ഉറപ്പിച്ചു വലിയ വയലൻസ് ഒന്നും ഇല്ല, ചുമ്മാ സർട്ടിഫിക്കേഷൻ ഇട്ട് കൊടുത്തതാണെന്ന് എനിക്ക് മനസ്സിലായി. സോ അതുകൊണ്ട് ഇത്തരം ഹൈപ്പുകളൊന്നും എൻ്റെ മൈൻഡിൽ ഇല്ലായിരുന്നു. അപ്പോൾ നമുക്ക് നേരെ സിനിമയുടെ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിലോട്ട് പോകും. ഞാൻ ഓരോ ക്യാരക്ടേഴ്സിൽ നിന്ന് ശ്രുതിഹാസൻ്റെ ക്യാരക്ടർ അത് ഇമോഷണലായിട്ടാണ് ലോകേഷ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു സാധാരണ ലോകേഷിൻ്റെ ഈ ക്യാരക്ടറൈസേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫീല് തോന്നണം. അത് അവരുടെ അഭിനയം കണ്ട് നമുക്ക് ആ ഫീല് തോന്നണം. പക്ഷെ ഇവിടെ വലിയ ഫീലൊന്നും വന്നിട്ടില്ല. കരയുന്നുണ്ടെന്നുള്ളത് ശരിയാണ്, ബട്ട് അത്രയ്ക്ക് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഫീലിംഗ് ഒന്നും എമോഷനൊന്നും നമുക്ക് കണക്റ്റ് ആയില്ല ശ്രുതിഹാസൻ്റെ ക്യാരക്ടർ. അത് ഞാൻ ഓക്കെ പറയുന്നു. പക്ഷേ വേറൊരു ക്യാരക്ടറുണ്ട് ഇതിലൊരു, വേറൊരു ഫീമെയിൽ ക്യാരക്ടറുണ്ട്, സൂപ്പറാണ്. അതായത് ലോകേഷിൻ്റെ സിനിമകളിൽ ഫീമെയിൽ ക്യാരക്ടേഴ്സിന് കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് അറിയാം. അതുപോലൊരു ഫീമെയിൽ ക്യാരക്ടർ ഇതിനകത്തുണ്ട്. അത് നല്ല പക്കയായിട്ട് പുള്ളിക്കാരി ചെയ്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് സൗബിൻ്റെ ക്യാരക്ടർ. സൗബിൻ്റെ ക്യാരക്ടറൊക്കെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊള്ളാം. വില്ലനിസം കാണിക്കുക, രജനീകാന്തിന് ടഫ് കൊടുക്കുന്ന രീതിയിലുള്ള വില്ലനിസം കാണിക്കുക എന്നൊക്കെ നമുക്ക് തോന്നും ആണോ എന്നൊക്കെ. ആ ഒരു സെറ്റപ്പാണ് ലോകേഷ് ഉദ്ദേശിച്ചിട്ടുള്ളത്. സൗബിൻ അത്യാവശ്യം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ സൗബിനേക്കാളും ഞെട്ടിച്ച ക്യാരക്ടറിൻ്റെ കാര്യം ഞാൻ മുമ്പ് പറഞ്ഞു. അപ്പം സൗബിൻ ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറേ സൗബിൻ്റെ ക്യാരക്ടറിൻ്റെ കാണിക്കുന്ന കുറേ സാധനങ്ങളൊക്കെ കോമഡി ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു പേഴ്സണലി. പിന്നെ ഉള്ളത് നാഗാർജുനയുടെ ക്യാരക്ടർ. നാഗാർജുനയുടെ ക്യാരക്ടർ ലോകേഷ് ഒരു DC ഫാൻ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. നാഗാർജുനയുടെ ഒരു ജോക്കർ സെറ്റപ്പാണ് പിടിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ലോകേഷ്. അത് പുള്ളി അങ്ങോട്ട് പുള്ളിയെപ്പോലൊരു ആക്ടറിനൊന്നും ഇതുപോലെ പുള്ളിനെയൊക്കെ വിളിച്ചിട്ട് അത്ര നല്ലൊരു വലിയൊരു സ്റ്റാർ ആക്ടറിനെ കുബേരക്കകത്ത് കാണിച്ച പോലെ അത്ര നല്ല സ്റ്റാർ ആക്ടറൊക്കെ കാണിച്ചിട്ട് ചുമ്മാ വേസ്റ്റ് ആക്കി കളഞ്ഞു. അതുപോലെ തന്നെ ഇതിനകത്തും അതുപോലെ തന്നെ കുറേ നേരത്തേക്ക് പുള്ളി ഇല്ല സിനിമയിൽ. മെയിൻ വില്ലനാണെന്ന് ആലോചിക്കണം പുള്ളി. പക്ഷെ കുറേ നേരത്തേക്ക് സിനിമയിലില്ല. കുറേ നേരത്തേക്ക് സൗബിൻ പുള്ളിയെ സൈഡാക്കിയ പോലെ ആയിരുന്നു നമുക്ക് ഫീൽ ചെയ്തത്. അതായത് സൗബിൻ മാത്രമേ ഉള്ളൂ പടത്തിൽ. സൗബിനും രജനീകാന്തും അങ്ങോട്ടും ഇങ്ങോട്ടും സൗബിൻ്റെ രജനീകാന്ത് സീൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും കട്ട് ചെയ്ത് കാണിക്കുന്നതല്ലാതെ നാഗാർജുനനെ കുറേ കഴിഞ്ഞിട്ട് ഏതോ ഒരു മറ്റേ ഒത്തിരി TV ഇരിക്കുന്ന സ്ഥലത്ത് പോയി നിൽക്കുമ്പോഴാണ് പിന്നെ നാഗാർജുനനെ നമ്മൾ കാണുന്നത് തന്നെ. പക്ഷെ നാഗാർജുനൻ അദ്ദേഹത്തിന് പറ്റുന്ന രീതിയിലെല്ലാം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇൻട്രൊഡക്ഷനും അദ്ദേഹത്തിൻ്റെ നടപ്പും എല്ലാം അത്യാവശ്യം ഒരു ഫീല് തരുന്നു. അതിന് നല്ലൊരു ഫീലുണ്ടായിരുന്നു. പിന്നുള്ള ക്യാരക്ടർ രജനീകാന്ത്. എനിക്കറിയാം, ഞാനൊരു ക്യാരക്ടറിനെ പറയാം, അത് ലാസ്റ്റത്തേക്ക് വെച്ചിരിക്കുകയാണ്. അത് ഭയങ്കര സ്പെഷ്യലാണ് എനിക്ക് ആ ക്യാരക്ടർ. രജനീകാന്തിൻ്റെ ക്യാരക്ടർ സൂപ്പറായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. പുള്ളിയെ കണ്ടത് പറ്റുമെന്ന് എനിക്ക് മനസ്സിലായി. പുള്ളി കണ്ടത് പറ്റുമെന്ന് മനസ്സിലായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളിയുടെ ചില സിനിമകളിൽ നമുക്ക് കാണാം നല്ല ഡയറക്ടേഴ്സിൻ്റെ കൈ കിട്ടിയാലേ പുള്ളിക്ക് നല്ല രീതിക്ക് സിനിമകൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ ഭയങ്കര പുള്ളിയുടെ ആ പ്രായത്തിൻ്റെ വൈകാരികം അല്ലെങ്കിൽ ഡയലോഗിൻ ഡെലിവറിയുടെ പ്രോബ്ലംസും എല്ലാം നമുക്ക് മനസ്സിലാവും. പക്ഷേ ഇവിടെ അതായത് രജനീകാന്തിൻ്റെ ക്യാരക്ടർ അത്യാവശ്യം നല്ലതായിട്ടില്ലെന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോകും. നന്നായിട്ട് തന്നെ പുള്ളി ചെയ്തിട്ടുണ്ട്. നമുക്ക് പുള്ളിയെ കാണുമ്പോൾ കിട്ടുന്ന ഓറയൊക്കെ അടിപൊളിയായിരുന്നു. പുള്ളിയുടെ ഇൻട്രൊഡക്ഷൻ പലരും പറഞ്ഞു ഇൻട്രൊഡക്ഷൻ കൊള്ളത്തില്ലായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ പറയും. പക്ഷെ എനിക്ക് ഇൻട്രൊഡക്ഷൻ ഇഷ്ടപ്പെട്ടു. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു സംഭവം ഉണ്ട്, അത് പൊട്ടിട്ട് ഒരു ഇറച്ചി വെട്ടുന്ന സീനാണ്. ആ ഇറച്ചി വെട്ടിയിട്ട് പുള്ളി ഇങ്ങനെ പൊക്കുമ്പോൾ പുള്ളിയുടെ മറ്റേ കത്തിയുടെ ഒരു ഐഷോട്ടുണ്ട്, അതൊക്കെ അടിപൊളിയാണ്. അപ്പം ഞാൻ കണ്ട തിയേറ്ററിൻ്റെ പ്രത്യേകത ആയിരിക്കാം, കാരണം അത് ഭയങ്കര ഓറയായിരുന്നു ആ സീൻ കണ്ടപ്പോൾ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ വന്ന വിസിലടി കൈയടിയൊക്കെ അടിപൊളിയായിരുന്നു, ഒരു രക്ഷയില്ലായിരുന്നു. ഭയങ്കര വിസിലടി, ഭയങ്കര കൈയടിയും ഭയങ്കര എൻജോയ്മെൻറ്റും ആയിരുന്നു ആ രജനീകാന്തിനെ കാണിച്ചപ്പോഴാണെങ്കിലും
സൗബിനെ കാണിച്ചപ്പോഴാണെങ്കിലും നാഗാർജുനെ കാണിച്ചപ്പോഴാണെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നത്. അതൊക്കെ ഭയങ്കര കൈഡിയുള്ള സീനുകളായിരുന്നു. പിന്നെ ഉള്ളത് അമീർ ഖാൻ. അമീർ ഖാൻ്റെ ക്യാരക്ടർ അടിപൊളിയായിരുന്നു. ഇൻട്രൊഡക്ഷൻ മാത്രം. പിന്നെ പുള്ളി വരുന്നു പോകുന്നു, അത്രേ ഉള്ളൂ. വലിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇപ്പം എങ്ങാനും ചെക്കപ്പാട്ട് എടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അമീർ ഖാനെ കുറച്ചുകൂടെ വൃത്തിക്ക് കാണിക്കാം. അതുകൊണ്ട് ഇതിനകത്ത് ഫുൾ പൊട്ടൻഷ്യൽ അവർക്ക് കൊടുക്കണ്ട എന്ന് ഉള്ള സാധനത്തിലായിരുന്നു. അതിപ്പോൾ ഇനി ഞാൻ പറയുന്നില്ല, സ്പോയിലർ. ഇപ്പോൾ അതായത് അമീർ ഖാൻ്റെ ക്യാരക്ടർ അത്യാവശ്യം കുറച്ചും കൂടെ ബെറ്റർ ആക്കാമായിരുന്നു എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. പക്ഷേ ഈ കുറേ റിവ്യൂവേഴ്സ് പറയുന്നത് പോലെ തിയേറ്റർ റെസ്പോൺസ് കഴിഞ്ഞ് ഇറങ്ങി വന്ന് പറയുന്നവർ പോലെയോ ഒന്നും അത്രയ്ക്ക് മോശം ക്യാരക്ടറൊന്നും അല്ല. ഇനിയൊരു വില്ലൻ വരണമെങ്കിൽ ലോകേഷിൻ്റെ പടത്തിലൊരു വില്ലൻ റോളക്സിൻ്റെ ലെവലിലോട്ട് എത്തണം എന്നൊരു സാധനം ഉള്ളതുകൊണ്ടാണ് പലർക്കും ഈ സാധനം വർക്കാവാത്തത്. അതിൻ്റെ ഒരു ആവശ്യവുമില്ല. ഈ റോളക്സ് ലെവലിലോട്ടൊരു ഒരു വില്ലനെ അല്ലെങ്കിൽ ഒരു ആക്ടറിനെ പ്രസൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായിട്ടുള്ള ഒരു മാനേഴ്സ് ഉണ്ട്, ഓരോരുത്തരായിട്ടൊരു പെർഫോമൻസ് ഉണ്ട്. അതുകൊണ്ട് ആ രീതിയിൽ അമീർ ഖാനെ പ്രസൻറ്റ് ചെയ്ത രീതി അടിപൊളിയാണ്. എല്ലാ വില്ലനും എല്ലായ്പ്പോഴും ഒന്നെങ്കിൽ ഒരു കയ്യിൽ ഒരു പച്ച ഷർട്ടോ ഒരു ചുമല ഷർട്ടോ കൊടുത്തിട്ട് കുറേ മാലയിട്ട് ഒരു കറുത്ത ചന്ദനം തൊട്ടുന്നതോ, അല്ലെങ്കിൽ കളർ ഷർട്ടുള്ളതിനകത്ത് കണ്ണാടി സ്റ്റൈലിൽ വെക്കുന്നതോ, വലിയ സ്റ്റൈലിഷ് ആയിട്ട് നടക്കുന്നതോ, വെള്ള ഷർട്ട് ഇട്ടിട്ട് ഈ നെഞ്ചിൻ്റെ പകുതി കാണിച്ചിട്ട് വെട്ടുന്നതൊക്കെ, അതൊക്കെ ഓരോ വില്ലന്മാരുടെ സ്റ്റൈലാണ്. ഇവിടെ ഈ വില്ലന് ഇത് കൊടുത്താൽ കുറച്ചും കൂടെ ഇത് കൊടുക്കുന്നതാണ് ബെറ്റർ ആയിട്ട് ലോകേഷിന് തോന്നിയത്. അതിൽ തെറ്റില്ല, മനസ്സിലായോ? പിന്നെ ഉള്ള ക്യാരക്ടർ, അതായത് എന്നെ ഈ സിനിമയിലിട്ട് പൂർണ്ണമായിട്ടും ഇൻവോൾവ് ചെയ്ത ക്യാരക്ടറാണ് ഉപേന്ദ്രയുടെ ക്യാരക്ടർ. പുള്ളിയുടെ ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ട്. പുള്ളിയുടെ ഇൻട്രൊഡക്ഷൻ വിത്ത് ആ BGM ഉണ്ട്. പിന്നെ പുള്ളിനെ എന്ന് വെച്ചാൽ പുള്ളി നമുക്ക്, പക്ഷെ പുള്ളിയുടെ ആ BGM വെച്ചുള്ള ഇൻട്രോയ്ക്ക് വന്ന കയ്യടിയും വിസിലടിയും ഉണ്ടായിരുന്നു അവിടെ. അത് സൂപ്പറായിരുന്നു. അത് നമുക്ക് രോമാഞ്ചിഫിക്കേഷൻ വേറൊരു ക്യാരക്ടറിനും കിട്ടാത്ത ഓറ പുള്ളിക്ക് കിട്ടി എന്നുള്ളതാണ്, പുള്ളിക്ക് കൊടുത്തു ലോകേഷ്. പിന്നെ അതുകൊണ്ടാണ് പുള്ളീനെ ട്രെയിലറിൽ വലിയായിട്ട് ലോകേഷ് കാണിക്കാഞ്ഞത്. പക്ഷെ കുറച്ചുകൂടി ഉപേന്ദ്ര കാണിക്കാമായിരുന്നു. അതാണ് കുറച്ചും കൂടെ കയ്യടിയും കുറച്ചും കൂടെ സംഭവങ്ങളും വിസിലടി മൊമെന്റ്സും നമുക്ക് കിട്ടിയേനെ. പക്ഷേ പിന്നീട് എവിടൊക്കെ ഉപേന്ദ്ര കാണിച്ചാലും ഭയങ്കര കയ്യടിയും ഭയങ്കര വിസിലടിയായിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ ആ BGM വിത്ത് ഉപേന്ദ്ര എവിടെയൊക്കെ കാണിക്കുന്നു അവിടെ എല്ലാം ഭയങ്കര ക്ലാപ്പും ഭയങ്കര വിസിലടിയായിരുന്നു. ഭയങ്കര ഓർമ്മ ആയിരുന്നു. വേറൊരു ആക്ടറും അങ്ങനെ കിട്ടിയിട്ടില്ല. അതായത് ഒരു തവണ നാഗാർജുനയുടെ ഇൻട്രൊഡക്ഷനാണ് നാഗാർജുനയ്ക്ക് കൈയടി കിട്ടിയത്. അത് കഴിഞ്ഞ് പിന്നെ ഏതോ ഒരു ഫൈറ്റ് സീനിലാണ് പിന്നെ പുള്ളിക്ക് കൈയടി കിട്ടുന്നത്. അതുപോലെ തന്നെ പുള്ളിനെ ഈ BGM വെച്ച് കാണിക്കുമ്പോൾ നോർമൽ മൊമെന്റ്സ് ആയിരുന്നു. അതുപോലെ തന്നെയാണ്. പക്ഷെ രജനീകാന്തിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല കേട്ടോ. ഫ്ലാഷ് ബാക്ക് സീനൊക്കെ അടിപൊളിയാട്ടോ. അതൊക്കെ നിങ്ങൾ കാണേണ്ട സാധനം തന്നെ. ഫ്ലാഷ് ബാക്ക് എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് സാധനം. സൂപ്പറായിട്ട് ഫ്ലാഷ് ബാക്ക് എടുത്തിട്ടുണ്ട്. ആ DAGing എനിക്ക് കറക്റ്റായിട്ട് വർക്കായിട്ടുമുണ്ട്. പിന്നെ ആ നെഗറ്റീവിൽ നിന്ന് ഇതാവുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ ഒക്കെ, അതൊക്കെ അടിപൊളി സാധനം കേട്ടോ. പിന്നെ ഉള്ളത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പിന്നെയുള്ള സാധനങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുറേ അൺവാണ്ടഡായിട്ട് കുറേ ആക്ടേഴ്സിനെ ക്ലൈമാക്സ് സീനിൽ ഇട്ടിട്ടുണ്ട്. അതൊക്കെ എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. പിന്നെ എല്ലാവരും പറഞ്ഞു അമീർ ഖാൻ വന്ന് ഗാജാബിടി വലിച്ചിട്ട് പോയി, അത് ഭയങ്കര കോമഡി ആയിട്ടുണ്ടെന്നൊക്കെ. എനിക്കത് ഭയങ്കര എൻജോയ് ചെയ്തിട്ട് അങ്ങനത്തെ സാധനമൊക്കെ എനിക്ക് ഇഷ്ടപ്പെടും. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു 3 വീഡിയോ അവിടുന്ന് വരുന്നു, ലൈറ്റർ കത്തിക്കുന്ന ഒരു ഷോട്ട്, അത് കഴിഞ്ഞ് കത്തിച്ചിട്ട് എടുക്കുമ്പോഴത്തേനും ഉപേന്ദ്രയും രജനീകാന്തും അമീർ ഖാൻ നിന്ന് വലിക്കുക. അതൊക്കെ ഒരു ആക്ഷൻ പടത്തിന് ആ ആക്ഷൻ ജോണറിൽ അതൊക്കെ ചേരുന്ന സംഭവങ്ങളൊക്കെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ക്ലൈമാക്സും അത്യാവശ്യം സെറ്റപ്പായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇൻ്റർവെല്ലിലും ക്ലൈമാക്സിനും വലിയ പഞ്ചില്ല. ഇൻ്റർവെല്ലിനും ക്ലൈമാക്സിനും വലിയ പഞ്ചില്ല എന്നുള്ളത് സത്യമാണ്. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇല്ല എന്തോ ഒരു കുറച്ചും കൂടെ നമ്മൾ ലോകേഷിൻ്റെ കാരണം ലോകേഷിൻ്റെ എല്ലാ സിനിമകളിലും ഇപ്പോൾ ലിയോയിലായിക്കോട്ടെ, ലിയോയിലെ ഇൻ്റർവെൽ പഞ്ച് അടിപൊളിയാണ്, ക്ലൈമാക്സ് പഞ്ച് അടിപൊളിയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ആക്ടർ വിക്രത്തിൻ്റെ ഇൻ്റർവെൽ പഞ്ച് അടിപൊളിയാണ്, ക്ലൈമാക്സ് ഒക്കെ അടിപൊളിയാണ്.
അപ്പം അങ്ങനൊക്കെ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ, അല്ലെങ്കിൽ കൈദിയുടെയൊക്കെ ഇൻ്റർവ്യൂലും ക്ലൈമാക്സ് ഒക്കെ പക്കയാട്ടോ. മാസ്റ്ററിൻ്റെ ആയിക്കോട്ടെ, എല്ലാം പുള്ളി ചെയ്ത എല്ലാ സിനിമകളുടെയും ഇൻ്റർവൽ പഞ്ചും ക്ലൈമാക്സ് പഞ്ചും അടിപൊളിയാണ്. പക്ഷെ ഇവിടെ ഇൻ്റർവെല്ലിലും പഞ്ചില്ല, ക്ലൈമാക്സിലും പഞ്ചില്ല. അതാണ് ഈ സിനിമയുടെ പോരായ്മയായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. പക്ഷേ ഇപ്പോഴും സ്റ്റിൽ അതൊരു ലോകേഷ് പടമായിട്ട് നമ്മൾ കാണണ്ട. കാരണം ഈ സിനിമ മെയിൻലി ഇതിപ്പം വർക്കാവാതിരിക്കാനുള്ള മെയിൻ, അല്ലെങ്കിൽ മിക്സഡ് റെസ്പോൺസ് കിട്ടാനുള്ള മെയിൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വിക്രത്തിനും മാസ്റ്ററിനും ഇടയിലാണ് കൂലി സംഭവിച്ചിരുന്നതെങ്കിൽ ഭയങ്കര വലിയൊരു ഹിറ്റായി മാറിയേനെ. പക്ഷേ ഇത് LCU സിനിമകൾ തുടങ്ങി ആ ഒരു ക്രേസ് ലോകേഷ് ഉണ്ടാക്കിയതിന് ശേഷം ചെയ്തതുകൊണ്ടാണ് മെയിനായിട്ടും പലർക്കും ഇത് ഇഷ്ടപ്പെടാൻ. പക്ഷെ ബട്ട് അതൊരു ഞാനിപ്പോഴും ഉപേന്ദ്രയുടെ BGMൽ സ്റ്റിൽ സ്റ്റക്ഡാണ്. അപ്പം എനിവേ, എന്തുകൊണ്ടും ഇതൊരു വൺ ടൈം വാച്ചബിൾ, അല്ലെങ്കിൽ കാണാം, നമുക്ക് കാണാം. ഈ സിനിമ നമ്മളെ ബോറടിപ്പിക്കത്തില്ല, ലാഗ് അടിപ്പിക്കത്തുമില്ല. നമുക്കിത് നല്ല രീതിക്ക് കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സിനിമയാണ്. സോ നമുക്ക് അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.